ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും കനത്ത ആക്രമണം. യമനിലെ പ്രധാന തുറമുഖവും സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണ ശാലയും ലക്ഷ്യമാക്കി ഹൂതി വിമതർ നടത്തിയ ഞെട്ടിക്കുന്ന ആക്രമണത്തിൽ 4 സൈനികരടക്കം 7 പേരാണ് കൊല്ലപ്പെട്ടത്. ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും കനത്ത ആക്രമണം നടന്നിരിക്കുകയാണ്. യമനിലെ പ്രധാന തുറമുഖവും സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണ ശാലയും ലക്ഷ്യമാക്കി ഹൂത്തി വിമതർ നടത്തിയ ഞെട്ടിക്കുന്ന ആക്രമണത്തിൽ 4 സൈനികരടക്കം 7 പേരാണ് കൊല്ലപ്പെട്ടത്. യമനിലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മുഖ തുറമുഖത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ശക്തമായ ആക്രമണമുണ്ടായത്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ഈ ഭീകരാക്രമണത്തിൽ 15 പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. തുറമുഖത്തെ കെട്ടിടങ്ങൾക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ള ചരക്കുകൾ പൂർണ്ണമായി നശിച്ചതായും സർക്കാർ പിന്തുണയുള്ള ദേശീയ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൂതി നിയന്ത്രണത്തിലുള്ള ഹൊദൈദ തുറമുഖം ഒഴിവാക്കി ചരക്കു ഗതാഗതം സാധ്യമാക്കാൻ നവീകരിച്ച യമനിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ഇപ്പോൾ ആക്രമണത്തിനിരയായിരിക്കുന്നത്. ഇതിനു പുറമെ സൗദി അറേബ്യയുടെ ദേശീയ എണ്ണ കമ്പനിയായ അരാംകോയുടെ ജിസാൻ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെയും ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണമുണ്ടായി. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ശുദ്ധീകരണശാലയ്ക്ക് തീപിടിച്ചെങ്കിലും അധികൃതരുടെ സമയോചിത ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. അതേസമയം തീ അണയ്ക്കാനും സാധിച്ചു. ഭാഗ്യവശാൽ ഇവിടെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വടക്കു പടിഞ്ഞാറൻ യമനിലേക്ക് സൗദി ഡ്രോണുകൾ കടന്നുകയറുന്നതിനുള്ള മറുപടിയായാണ് ഈ ആക്രമണങ്ങളെന്ന് ഹൂത്തികൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുമുണ്ട്. 2014 ആഭ്യന്തര യുദ്ധത്തിലൂടെ യമന്റെ തലസ്ഥാനമായ സന ഹൂത്തികൾ പിടിച്ചെടുത്തതു മുതൽ സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേനയുമായി കടുത്ത ഏറ്റുമുട്ടലിലാണ്. 2022 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന താൽക്കാലിക സമാധാന കരാറാണ് ഇപ്പോൾ ഇത്തരം ആക്രമണങ്ങളിലൂടെ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ചെങ്കടലിലെ ബാബ അൽ മന്ദബ് കടലിടുക്കിൽ സൗദിക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കപ്പലുകൾക്ക് നേരെയും ഹൂത്തികൾ ആക്രമണം അയച്ചുവിടുന്നത് മേഖലയിൽ സമാധാന അന്തരീക്ഷത്തെയാണ് ഗുരുതരമായി ബാധിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.